ലൈംഗികാരോപണ വിവാദങ്ങൾ കത്തിനിൽക്കെ ഊഹാപോഹങ്ങൾക്കെല്ലാം വിരാമമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നിയമസഭയിലെത്തി. നിയമസഭയിൽ വരരുത് എന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്നാണ് വിവരം. നിയമസഭ തുടങ്ങി 20 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിൽ വന്നിറങ്ങുന്നത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന വേളയിലാണ് രാഹുൽ സഭയ്ക്കുള്ളിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഭരണപക്ഷത്തു നിന്ന് പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഭരണപക്ഷ എംഎൽഎമാർക്കൊന്നും ഒരു എതിർപ്പും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സമയം നോക്കി തന്നെ സഭയിലെത്തിയത് CPM-നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിനെന്ന് EP ജയരാജൻ വിമർശിച്ചു. CPM ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം PV അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുലിന് നൽകിയിരിക്കുന്നത്. സഭയിൽ UDF ബ്ലോക്ക് തീർന്നതിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണ് ഇത്. പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരുന്നത്. രാഹുൽ എത്തിയത് മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രി മുതിർന്ന നേതാക്കൾ വിളിച്ച് നിയമസഭയിലേക്ക് വരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടുവെന്നും ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് രാഹുൽ വരാമെന്ന് അറിയിക്കുകയായിരുന്നുവെന്നുമാണ് സൂചന. അതേസമയം നിയമസഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. സഭയിലെത്തിയ രാഹുലുമായി നജീബ് കാന്തപുരവും AKM അഷ്റഫും സംസാരിച്ചു. UA ലത്തീഫ് രാഹുലിന്റെ ബ്ലോക്കിൽ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്തു. TV ഇബ്രാഹിമും രാഹുലിന്റെ സീറ്റിനടുത്ത് വന്ന് സംസാരിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് രണ്ടാമത്തെ MLA ആണ് സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത്. മുൻപ് PV അൻവർ LDF-ൽ നിന്ന് പുറത്തു പോകുകയും MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്ത ഘട്ടത്തിലും ഇതുപോലൊരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് അൻവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണ് ചെയ്തത്. പ്രത്യേക ബ്ലോക്കായതോടെ രാഹുൽ ഒരു സ്വതന്ത്ര MLA എന്ന ലേബൽ മാത്രമാകും. ചർച്ചകളിൽ കോൺഗ്രസിന് അനുവദിക്കുന്ന അത്രയും സമയം ഇനി രാഹുലിന് ലഭിച്ചെന്നും വരില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകും. പ്രത്യേക വിഷയങ്ങളിലെ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചാൽ മാത്രമാണ് രാഹുലിന് സംസാരിക്കാനാകുക. അങ്ങനെ ലഭിച്ചാൽ തന്നെ 1-2 മിനിറ്റാകും കിട്ടുക. എല്ലാ ദിവസവും ഇനി സഭയിൽ എത്താനാണ് രാഹുലിന്റെ തീരുമാനം. ചില വിഷയങ്ങൾ ഉയർത്തി സംസാരിക്കാൻ രാഹുൽ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും വിവരങ്ങളുണ്ട്. അതേസമയം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് നിയമസഭ ആദരമർപ്പിച്ചു. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയ VS-ന് പാർട്ടി അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. വാഴൂർ സോമൻ, PP തങ്കച്ചൻ എന്നിവർക്കും നിയമസഭ ആദരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളും അനുസ്മരണം രേഖപ്പെടുത്തി. ഇന്നു മുതൽ 19 വരെ, 29, 30, ഒക്ടോബർ 6 മുതൽ 10 വരെ എന്നിങ്ങനെ 12 ദിവസമാണ് നിയമസഭ ചേരുന്നത്. അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ ഇതുവരെ പൊതുപരിപാടികളിൽ ഒന്നിലും പങ്കെടുത്തിരുന്നില്ല. നിയമസഭയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത ശേഷം ഇനി പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം. വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ ഇതുവരെ പാലക്കാട് പോയിട്ടില്ല. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം, തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ DYFI നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ച് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിലടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിൽ എത്തിയതോടെ നൽകിയത് എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അതേസമയം പല വിഷയങ്ങളാലും കലുഷിതമാകാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പോലീസിന്റെ കാടത്തവും ആരോഗ്യരംഗത്തെ വീഴ്ചകളും ഒക്കെ കൊണ്ട് സംഘർഷഭരിതമാകാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാകും എന്നുറപ്പാണ്. പതിവ് പോലെ ഇക്കുറിയും സർക്കാരിനെതിരെ നിറയെ ആയുധങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ കാടൻ രീതി തന്നെയാകും ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം. യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നത് മുതൽ അത്തരത്തിൽ നടന്ന പല പോലീസ് മർദ്ദനങ്ങളും പിന്നാലെ ചർച്ചയായിരുന്നു. സ്വാഭാവികമായും കയറൂരി വിട്ട നിലയിൽ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം.